ദക്ഷിണ തനീഷാണേ. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കട്ടെ തീർച്ചയായിട്ടും. കാരണം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ദിവസമാണ് ഇന്നലെ. നമ്മുടെ വെബ്സൈറ്റിന്റെ ലോഞ്ചിങ് ആയിരുന്നു. നമ്മുടെ ഇവിടെ ടീം എല്ലാവരും നല്ല ഡ്രസ്സ് ഇട്ട് അടിച്ചു പൊളിച്ച് ഡാൻസ് ചെയ്ത് ഹാപ്പി ഓണം പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഈ സന്തോഷത്തിന്റെ ഇടയിൽ പിറ്റേ ദിവസം കാണുന്ന കാഴ്ചയാണ് കേട്ടോ അത്. ഡാൻസ് കളിച്ച് ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഇവർ പോണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം നമ്മൾ ഇത്രയും നല്ല ഡ്രസ്സുകൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ കടയുടെ മുന്നിൽ കൂടെ ദിവസം പോകുന്ന ഒരാൾക്ക് ഡ്രസ്സ് കൊടുക്കുക, അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഓണായിട്ട് കുറച്ച് ഡ്രസ്സുകൾ അവർക്ക് കൊടുത്തു. അപ്പോൾ നമ്മുടെ മനസ്സും ദക്ഷിണ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണേ, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ തൃശ്ശൂരിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്, ദക്ഷിണ നിഷ്ബ ഡിസൈൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങളൊരു പൈസ ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ഡ്രസ്സുകൾ വാങ്ങാൻ ഉള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ പേജിൽ വന്ന് അതിൻ്റെ പേഴ്സണൽ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പൈസ ഇല്ലാത്ത ആൾക്കാർ ആരും ഡ്രസ്സ് ഇല്ലാതിരിക്കരുത്, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഹാപ്പി ഓണം. ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട്, ഞാൻ ചെയ്തത് നല്ല കാര്യമാണ്, പക്ഷേ വീഡിയോ എടുക്കാൻ പാടില്ല എന്നറിയാം. പക്ഷേ എന്നെപ്പോലുള്ള ആൾക്കാർ വീഡിയോ എടുത്താലാണ് നാലാൾ അറിയുന്നതും അതുപോലെ നിങ്ങളെ പോലുള്ളവർക്ക് സഹായിക്കാൻ പറ്റുന്നതും. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ താങ്ക് യു. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അപ്പോഴേ അവരിങ്ങനെ വീട്ടിലേക്ക് വരാം. അപ്പോൾ ചെരുപ്പ് ഊരണോന്ന് ചോദിക്കുക. കണ്ണ് കാണാത്ത ചേച്ചിയും ആ ചേട്ടനും കൂടിയിട്ട് ചെരുപ്പ് ഊരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ചെരുപ്പൊന്നും ഊരണ്ട, അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരിതേ വരുന്നു. കുറേ ഡ്രസ്സുകളൊക്കെ ഇട്ട് നോക്കി, എല്ലാം അങ്ങോട്ട് ശരിയാവണില്ല. ഹൈറ്റ് കൂടുതലാണ്, നമ്മുടെ ഡ്രസ്സുകളൊക്കെ കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ അത് ഇഷ്ടമാവണില്ല. പിന്നെ ആ ചേട്ടന് പറ്റിയ ഷർട്ട് കിട്ടി, നല്ലൊരു പുതിയൊരു ഷർട്ട് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓണത്തിന് ഡിസൈൻ ചെയ്ത ഷർട്ടാണ്. അപ്പോൾ ആ ചേട്ടന് ഇഷ്ടപ്പെട്ടു. ഇട്ട് കാണിച്ച് കുറച്ച് നേരം ഇട്ട് നോക്കി, പാകമൊക്കെ നോക്കി, കുഴപ്പമില്ല. പിന്നെ ചേച്ചി കുറച്ച് വലിയ ഡ്രസ്സാണ് പാകാവുള്ളൂ, കാരണം ചേട്ടനാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നോക്കിയിട്ട് ഉണ്ടായില്ല. അപ്പോൾ മുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇട്ട് ഷർട്ടൊക്കെ ഇട്ട് കാണിക്കുന്നത് പോലെ കാണിച്ചു കൊടുത്തു. അതിന് ശേഷം ചേട്ടനെ ഷർട്ട് ഇട്ട് നോക്കണു. എന്തൊരു ഭംഗിയല്ലേ ചേട്ടനെ ഷർട്ട് ഇട്ട് കാണാനായിട്ട്. ഓക്കെ, ഒരു കൂടെ ഒരു കിളിക്കൂടൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് ഇന്നും നടക്കുക. ഒരു കിളി, 2 കോഴികളൊക്കെ ഉണ്ടാവും കയ്യിൽ. അപ്പോൾ കണ്ട അത്രയും ഇതില്ല. ചേച്ചിക്ക് ഇത് വേറെ ചുരിദാർ വെച്ച് നോക്കണം, അത് സെറ്റാവണില്ല. പിന്നെ എനിക്കും അത് അത്ര ഇഷ്ടമായില്ല. പിന്നെ ഞാൻ സ്കേർട്ടും ബ്ലൗസും കൊടുക്കാമെന്ന് വെച്ചിട്ട് അത് നോക്കണു. അപ്പോൾ അതും അത്ര പോരാ, ഹൈറ്റ് കൂടുതൽ. അപ്പോൾ എന്താ ചെയ്യും? അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ പിന്നെ മോളിൽ പോയിട്ട് പുതിയൊരു കുർത്ത തയ്ച്ചിട്ടുണ്ടാണ്. പുതിയത് അപ്പം തയ്ച്ചിട്ടുള്ളത്, ഇറങ്ങിയിട്ടുള്ള മോഡൽ ഇറക്കാൻ പോകണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പീസ് എടുത്ത് കൊണ്ടുവന്നു ഇട്ട് നോക്കുന്നത്. ചേച്ചിക്ക് ഇട്ട് കൊടുക്കണം. ചേട്ടനോട് സഹായിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ സഹായിക്കാൻ നോക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്യുന്നത് കുർത്തിയിടുമ്പോൾ മുഖത്തുള്ള ഒരു സന്തോഷം കണ്ട എന്തൊരു സന്തോഷം, മീൻസ് പ്രത്യേക ഒരു ഹാപ്പിനെസ്സാണ്. ഇതെന്തായാലും നമുക്ക് എത്ര പൈസ കൊടുത്താലും കിട്ടാത്തതാണ്. അവർക്ക് ആ വസ്ത്രം കൊടുക്കുമ്പോഴോ, പുതിയൊരു വസ്ത്രം കൊടുത്ത ഓണത്തിന് ഇടാനുള്ള ഡ്രസ്സ്, ഭയങ്കര സന്തോഷം. ഇതായി കാണാട്ടെ, ആ ചേച്ചി ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ചിരിയുണ്ട്. ഭയങ്കര ഹാപ്പിയായി അത് നോക്കി. ചേട്ടൻ ആ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അവരൊരു പൊന്നു പോലെയാണ് അവർ നോക്കുന്നത്. ഞാൻ ഡെയിലി കാണാറുണ്ട് ഇവരെ, എല്ലാ ദിവസവും കാണും. പൊന്നു പോലെയായിട്ടാണ് നോക്കുന്നത്. കണ്ണ് കാണില്ലെങ്കിലും ഒരുപാട് യാത്ര ഇങ്ങനെ നടക്കും, കുറേ ഇങ്ങനെ നടക്കും. ഇവർ ഇടയ്ക്കൊക്കെ വരുമ്പോൾ നമ്മളും ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഡ്രസ്സുകൾ ഇതിന് മുൻപ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ 2-3 ടോപ്പുകളൊക്കെ കൊടുക്കും. അവരെന്നെ എന്നും കേൾക്കാനും നമ്മളെ വീട് പോലെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരല്ലേ. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങൾ കുറവല്ല. അപ്പോൾ ഡെയിലി ഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇടും, 2-3 ദിവസം ഇടും. പിന്നെ വാഷ് ചെയ്ത് ഉപയോഗിക്കുന്നതൊന്നും കുറവായിരിക്കും തോന്നുന്നു. കാരണം വീടും കാര്യങ്ങളൊന്നുമില്ല, റോഡ് സൈഡിലാണ് അവർക്ക് എടുക്കുന്നത്. അപ്പോൾ ഇത് വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും സഹായിക്കണമെങ്കിൽ സഹായിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 പേരും ഇട്ട് കാണുന്ന ഒരാഗ്രഹം. ഷർട്ടും നോക്കിയാൽ ചേട്ടൻ ആ ഷർട്ട് ഉണ്ട്, നല്ല ഭംഗിയുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. അജറക്കിൻ്റെ പ്രിൻ്റൊക്കെ എടുത്ത് പുതിയൊരു മോഡലാണ്. അതിപ്പോൾ ഞാൻ വേറെയും കുറച്ച് സാധനങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് കാണിക്കണമെന്നില്ല, പിന്നെ കവറായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഉള്ളിൽ. അവർക്കൊരു ഹാപ്പിനെസ്സിന് ഓണമൊക്കെ അല്ലേ വരുന്നത്. നമ്മൾ ഓണം പണ്ടത്തെ കാലത്തെ മഹാബലി തമ്പുരാൻ വരുമ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം എന്ന് പറയില്ല, അതുപോലെ എല്ലാവരും പുതിയ ഡ്രസ്സ് ഇടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അവർ പോണ് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. 2 പേരും കൈ ചേർത്ത് പിടിച്ച് ഇങ്ങനെ പോകുന്നത് ഭയങ്കര മനോഹരമായിട്ട് അവർ പോകുന്നത്. അവർക്ക് സന്തോഷം. ആ ചേച്ചി ചിരി കാണുമ്പോൾ ഇതുപോലെ നിങ്ങൾ സഹായിക്കുക. കിളിക്കൂട്